വിദ്യാഭ്യാസപരമാണ്. തുറന്നു അലക്സ്, ആ മെയിൻ എൻട്രൻസ് തുറന്നു. കുട്ടികൾ SFIയുടെ പ്രവർത്തകരുടെ സമ്മർദ്ദം ആ വാതിൽ തുറന്നിരിക്കുകയാണ്. അകത്തേക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇരച്ച് കയറുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ കിളിവാതിലിലൂടെ അലക്സ് പറഞ്ഞതുപോലെ ജനാല പോലെ തോന്നുന്ന ഒരു ഭാഗത്തൂടെ നൂറുകണക്കിന് കുട്ടികൾ കടക്കുന്നു. അപ്പുറത്ത് ഒരു ഗ്രില്ല് ഏതാണ്ട് തുറക്കാറായിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട മരം കൊണ്ടുണ്ടാക്കിയ തടി കൊണ്ടുണ്ടാക്കിയ വാതിൽ തുറന്നു. അങ്ങനെ പ്രവർത്തകർ ഇങ്ങനെ ചിതറി ആ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എന്തെന്നറിയില്ലാത്ത മട്ടിൽ ഇങ്ങനെ ഓടുകയാണ്. സ്റ്റെപ്പൊക്കെ കടന്ന് സ്വാഭാവികമായും അവർ VC-യുടെ ഓഫീസിലേക്കാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പോലീസിന് അറിയില്ല എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ അവരെ തടയണമെന്ന് പോലീസിന് അറിയില്ല. പോലീസിൻ്റെ എണ്ണം തീരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റ വാതിലിലൂടെ മുഴുവൻ പ്രവർത്തകർക്കും അകത്ത് കടക്കാം. നൂറുകണക്കിന് SFI പ്രവർത്തകർ മാർച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത് ആ ഗ്രില്ല് വാതിലും ഇപ്പോൾ ഏതാണ്ട് തുറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വഴികളിലൂടെയും വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അവരൊരു പക്ഷേ VC-യുടെ ചേംബർ ലക്ഷ്യമാക്കിയായിരിക്കാം ഈ പായുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. താൽക്കാലിക VC-യുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പ്രധാന വാതിൽ തള്ളി തുറന്ന് പ്രവർത്തകർ നേരെ അവിടേക്ക് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തകർ പോയിരിക്കുകയാണ്. ഇപ്പോൾ VC-യുടെ ചേംബറാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. VC ഇല്ലെങ്കിലും VC-യുടെ ചേംബർ തന്നെ ആയിരിക്കാം അവരുടെ ലക്ഷ്യമെന്ന് സ്വാഭാവികമായും കരുതാം. അതൊരു ഓഫീസാണ്. VC-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇല്ല. പക്ഷേ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിനാണ്. ഡോക്ടർ സിസ തോമസും ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാതിലുകളൊക്കെ തകർത്ത് ഇപ്പോൾ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സർവകലാശാല ആസ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ആ ചേംബറിന് മുന്നിൽ തന്നെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വിവിധ ഭാഗങ്ങളിലൂടെ നൂറുകണക്കിന് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് പല വഴികളിലൂടെ കടന്നിട്ടുണ്ട്. അവരെ ഇനിയിപ്പോൾ പോലീസിന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തടയാൻ കഴിയുമോ എന്നറിയില്ല. ഇപ്പോഴും അവിടെ ഒരു ഗ്രില്ല് വാതിൽ ഉണ്ട്. അതിൻ്റെ ഭാഗത്ത് അതാണ് ആ വാതിലിന് അപ്പുറത്താണ് VC-യുടെ ഓഫീസ് എന്നാണ് കരുതുന്നത്. അവിടെ കുറച്ച് ബഹളവുമൊക്കെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയപ്പോൾ ഒരു പക്ഷേ കുറെ കൂടി സംഘർഷഭരിതമായ അവസ്ഥയാണ് ക്യാമ്പസിനകത്ത് ഉള്ളതെന്ന് കരുതാം. മുതിർന്ന നേതാക്കൾ SFIയുടെ മുതിർന്ന പ്രവർത്തകരും ഒരുപക്ഷെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ഉണ്ടാകും. പ്രവർത്തകരെ അവർ തന്നെ ആയിരിക്കും അവിടെ നിയന്ത്രിക്കുക എന്ന് കരുതുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉമേഷ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ VC-യുടെ ഓഫീസിന് മുന്നിൽ അല്ലെ ചേംബറിന് മുന്നിൽ ഈ പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ? അവിടെയാണോ ഈ പ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പോലീസൊക്കെ? വിജയകുമാർ, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് VC-യുടെ ചേംബറിലേക്കുള്ള കവാടത്തിന് തൊട്ട് മുൻപുള്ള ഗ്രില്ലാണ്. ഈ ഗ്രില്ലിന്റെ മുന്നിൽ വരെ ഇപ്പോൾ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഈ ഗ്രില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി VC-യുടെ ചേംബറാണ്. VC-യുടെ ചേംബർ, ഒപ്പം VC-യുടെ ഹാൾ, കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. VC-യുടെ ഓഫീസും ഇവിടെ തന്നെയാണ്. ഈ രീതിയിലാണ് ഈ പ്രതിഷേധം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് കാണുന്നത്. ഒരുപക്ഷെ വിളനില സമരം എല്ലാം കണ്ട സാഹചര്യത്തിൽ അവിടെ സിൻഡിക്കേറ്റ് ഹാളിൽ നിന്ന് കസേര വലിച്ചെറിഞ്ഞ കാഴ്ചകളെല്ലാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷേ അന്ന് ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ്. പക്ഷേ സമാനമായ രീതിയിൽ VC-യുടെ ചേംബറിനോട് ചേർന്ന് ആ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. ഈ ഗ്രില്ല് കടന്നു കഴിഞ്ഞാൽ അവിടെ VC-യുടെ ചേംബറാണ്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗ്രില്ല് ഇവിടെ സ്ഥാപിക്കുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നു KSU പ്രവർത്തകരടക്കമുള്ളവർ ഈ ചേംബർ കടന്ന് VC-യുടെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത്. അതിന് പിന്നാലെ ഏകദേശം 2 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ ഇവിടെ ഈ ഗ്രില്ല് സ്ഥാപിച്ചിട്ട്. ഒരുപക്ഷെ ഗ്രില്ല് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ SFI പ്രവർത്തകർ VC-യുടെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു. എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിലെ വാതിൽ തള്ളി തകർത്തുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും മുകളിൽ കയറി ഈ പ്രതിഷേധം തുടരുന്നത്.